ഉണ്ടായിരിക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഘട്ടം എന്നത് വളരെ പ്രയാസകരമായ ഘട്ടമായിരുന്നു. അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തു. ജസീറത്തുൽ അറബിലെ ഭൂരിഭാഗം വരുന്ന മനുഷ്യരും മുർത്തദ്ദായി പോകുന്ന അവസ്ഥയുണ്ടായി. ഏകദേശം 3-4 സ്ഥലങ്ങൾ മാത്രമാണ് മുർത്തദ്ദാകാതെ നിരീശ്വരവാദ ചിന്തകളുടെ കാറ്റടിക്കാതെ പോയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ സന്ദർഭത്തിൽ മദീനയിലുള്ള സ്വഹാബാക്കൾ പേടിക്കുന്നുണ്ട്. നിരീശ്വരവാദ ചിന്തകൾ മദീനയിലുള്ള സ്വഹാബാക്കളിലേക്കും കടന്നു വരുമോ എന്ന പേടി ഉള്ള ആ ഒരു സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമത്ത് ബിൻ സയ്യിദിന്റെ സൈന്യത്തെ റോമിലേക്ക് യുദ്ധത്തിന് വേണ്ടി അയക്കുന്നത്. സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അബൂബക്കർ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം, ഇങ്ങനെ ഒരു നിലപാട്? മുസ്ലിം ഉമ്മത്ത് വളരെ കഷ്ടതയിൽ പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടിയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സുന്നത്തിനോട് ഉണ്ടാകേണ്ട നിലപാടെന്ത് എന്ന് വളരെ കൃത്യമായി നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ലൗ അന്ന ത്വയ്റ, അല്ലാഹുവാണ് സത്യം, ലൗ അന്ന ത്വയ്റ, തീർച്ചയായും ഒരു പക്ഷി തഖ്തിഫുന, നമ്മെ റാഞ്ചിയെടുത്തു പോകുമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, വലൗ അന്ന സിബാഅ ഔലൽ മദീന, മദീനയെ ചുറ്റും വന്യമൃഗങ്ങൾ വലഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, വലൗ ജറത്തിൽ കിലാബു ബി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മമാരായ റസൂലിന്റെ ഭാര്യമാരെ കിലാബുകൾ, പട്ടികൾ അവരെ വലഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, മാ റദത്തു ജൈശൻ വജ്ജഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ അയച്ച സൈന്യത്തെ അതിനെ അയക്കാതെ ഞാൻ ഒരിക്കലും പിടിച്ചു വെക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച സൈന്യമാണ്, അതുകൊണ്ട് ഞാനും ആ സൈന്യത്തെ അയക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സൈന്യത്തെ അയക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നു, നേതാവിനെയെങ്കിലും മാറ്റിക്കൂടെ, ഉസാമയെ നമുക്ക് മദീനയിൽ തന്നെ താമസിപ്പിച്ചുകൂടെ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് കോപാകുലനായിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്ത് വർത്തമാനമാണ് ഉമർ താങ്കൾ പറയുന്നത്? റസൂൽ ഒരാളെ നേതാവാക്കുകയും എന്നാൽ ഞാൻ അദ്ദേഹത്തെ ആ നേതൃസ്ഥാനത്തിൽ നിന്ന്, നേതൃപദവിയിൽ നിന്ന് എടുത്തു മാറ്റുകയാണോ? എങ്ങനെയാണ് നിനക്ക് അങ്ങനെ ആലോചിക്കാൻ സാധിച്ചത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി എന്നാണ്.